ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് കോപ്പറേറ്റീവ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസിൽ വരുന്ന സ്മോൾ സൈസ്ഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു. മൾട്ടി പർപ്പസ് ക്രെഡിറ്റ് സൊസൈറ്റീസും ഡിസ്കസ് ചെയ്തു. ഇനി മൂന്നാമതായി വരുന്നത് ലാർജ് സൈസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. The Rural Credit Survey Committee came into the conclusion that village societies would not succeed without a large area of operation, sufficient working capital, better trained personnel and financial support from the state. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മുടെ മൾട്ടി പർപ്പസ് ആയാലും സ്മോൾ സൈസ്ഡ് സൊസൈറ്റീസ് ആയാലും നമ്മൾ പറഞ്ഞു അവർക്ക് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. സ്മോൾ സൈസ്ഡ് ഉണ്ടായതുകൊണ്ടാണ് മൾട്ടി പർപ്പസ് വന്നത്. സോ എന്തൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ഡ്രോബാക്സ് എന്നുള്ളതാണ്. അവിടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ വളരെ കുറവായിരുന്നു, അതേപോലെ വർക്കിംഗ് ക്യാപിറ്റൽ കുറവായിരുന്നു, ബെറ്റർ ട്രെയിൻഡ് പേഴ്സൺസ് ഒക്കെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റേറ്റിൽ നിന്നുള്ള സപ്പോർട്ടും കുറവായിരുന്നു. The committee found neither the small sized societies nor the multi-purpose societies suitable pattern for the development of credit കോപ്പറേറ്റീവ്സ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്മോൾ സൈസ്ഡ് ആയാലും മൾട്ടി പർപ്പസ്ഡ് ആയാലും അതൊന്നും നമ്മൾ ഡെവലപ്മെൻറ്റിന് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് അറ്റ് ദ പ്രൈമറി ലെവൽ, ഏറ്റവും താഴത്തെ ലെവലിലെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ ഡെവലപ്മെൻറ്റിന് അതൊന്നും ഒരു സ്യൂട്ടബിൾ ആയിരുന്നില്ല. പക്ഷെ ഒരു ചെറിയ രീതിയിൽ കാര്യങ്ങളൊക്കെ നടന്നു പോയിരുന്നു. പക്ഷെ അതിനൊന്നും എന്തുണ്ടായിട്ടില്ല, ഒരുപാട് ആളുകളിലേക്ക് അതിൻ്റെ റീച്ച് എത്തിക്കാനും അതിനെ ഒരു നല്ല രീതിയിലുള്ളൊരു ഡെവലപ്മെൻറ്റിനും അത് പോസിബിൾ ആയിരുന്നില്ല. They recommended the formation of large sized societies which decided to provide adequate credit and also expected to provide adequate service to the farming community. അങ്ങനെ അതിൽ നിന്നൊക്കെ ഉള്ളൊരു റെക്കമെൻഡേഷൻ എന്തായിരുന്നു? ലാർജ് സൈസ്ഡ് സൊസൈറ്റീസ് ആരംഭിക്കുക, അതിലൂടെ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ആഡിക്വേറ്റ് സർവീസസ്, മതിയായ സർവീസസ് ഒക്കെ ഫാമിംഗ് കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുക. Then the essential feature of the large sized societies was envisaged by the Rural Credit Survey Committee. നമ്മുടെ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അവരുടെ ഒരു സ്റ്റഡി നടത്തിയിട്ട് അതിൻ്റെ റിപ്പോർട്ട് പ്രകാരം എന്തെല്ലാം എസെൻഷ്യൽ ഫീച്ചേഴ്സാണ് ലാർജ് സൊസൈറ്റിക്ക് വേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയുള്ളതായിരിക്കണം നമ്മുടെ ലാർജ് ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്നുള്ളതാണ്. These societies would be organized or recognized to cover group of villages. ഒരു വില്ലേജിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ കുറച്ചധികം വില്ലേജസിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിനെന്ത് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക. അപ്പോൾ അവരുടെ ഓപ്പറേഷൻ ഏരിയ കൂടുതലാവുമല്ലോ. അപ്പോൾ അതുവഴി എന്ത് ചെയ്യാം, കുറേ ഫണ്ട് സ്വരൂപിക്കാം, കുറേ ആളുകളിലേക്ക് അതിൻ്റെ ബെനിഫിറ്റ് എത്തിക്കാം. അതാണ് അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ കൂട്ടിയാലുള്ള ഒരു ഗുണം. These societies should have larger membership and reasonably adequate share capital. ഈ പറഞ്ഞത് തന്നെ, ഇങ്ങനെ ഏരിയ കൂട്ടിയിട്ടുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് കൂടും. സോ ആ മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് കൂടുതൽ കിട്ടാൻ തുടങ്ങും. സോ നമ്മുടെ ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. The headquarters of such a society should be conveniently selected for the people of the villages under its jurisdiction. Then ഈ ലാർജ് സൊസൈറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന വില്ലേജസ് നിന്നും എന്ത് ചെയ്യാം, എല്ലാവർക്കും കൺവീനിയൻ്റ് ആയൊരു പ്ലേസ് എന്ത് ചെയ്യുക, ഇവരുടെ ലാർജ് സൊസൈറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിന് വേണ്ടിയിട്ട് ഫിക്സ് ചെയ്യുക. ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഷുഡ് ബി സച്ച് ആസ് ടു പ്രൊവൈഡ് ഇറ്റ് വിത്ത് ആഡിക്വേറ്റ് ബിസിനസ്. അതായത് ആഡിക്വേറ്റ് ബിസിനസ് പറ്റുന്ന രീതിയിലുള്ള ഒരു ഏരിയ ഓഫ് ഓപ്പറേഷൻ സെലക്ട് ചെയ്യുക. These societies should be established on limited liability basis. അൺലിമിറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് മെമ്പേഴ്സിന് ഉണ്ടാവും. സോ ലിമിറ്റഡ് ലയബിലിറ്റിയാണ് ഇവരെന്ത് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത്. The state should participate in the share capital of these societies. സ്റ്റേറ്റിനും കൂടി എന്ത് ചെയ്യുക, ഒരു പങ്കാളിത്തം കൊടുക്കുക. ഇവരുടെ ഷെയർ ക്യാപിറ്റൽ ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ചെറിയൊരു എമൗണ്ട് ആയതുകൊണ്ട് തന്നെ അവർക്ക് സഫീഷ്യൻറ്റ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ സ്റ്റേറ്റിൻ്റെ വക ഒരു അസിസ്റ്റൻസ് എന്ന രീതിയിൽ ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ കൂടി കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിരുന്നു. ദീസ് സൊസൈറ്റീസ് ഷുഡ് പ്രൊവൈഡ് ലോൺസ് ഓൺ ദ ബേസിസ് ഓഫ് ക്രോപ്പ് ലോൺ സിസ്റ്റം. ക്രോപ്പ് വെച്ചുകൊണ്ട് ലോൺ കൊടുക്കുന്ന ഒരു സിസ്റ്റം കൂടി എന്ത് ചെയ്യുക, ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ദെൻ കൺസംഷൻ നീഡ്സ് സച്ച് ആസ് മാരേജ്, ഫ്യൂണറൽ എക്സ്പെൻസസ് ഷുഡ് ബി മെറ്റ് ഔട്ട് ഓഫ് ചിട്ടി ഫണ്ട് ടു ബി സ്റ്റാർട്ടഡ് ബൈ ഈച്ച് സൊസൈറ്റി. ഈ സൊസൈറ്റിന് ചിട്ടി ഫണ്ടൊക്കെ തുടങ്ങിയിട്ട് ഇവരുടെ മാരേജ്, മക്കളെ മാരേജ്, അതേപോലെ ഫ്യൂണറൽ എക്സ്പെൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, ഒരു ചിട്ടി ഫണ്ടൊക്കെ നടത്തിയിട്ട് അതിൽ നിന്ന് മീറ്റ് ചെയ്യുക. There should be an effective link between large sized societies and marketing society. Then ഈ ലാർജ് സൊസൈറ്റി
ട്രസ്റ്റീസും മാർക്കറ്റിംഗ് സൊസൈറ്റീസും തമ്മിൽ എന്ത് ചെയ്യുക, ഒരു കണക്ഷൻ ഉണ്ടാക്കിയിരിക്കുക. എന്നാൽ ഇവർ ഫാമേഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത് ഇവിടെ ആ സൊസൈറ്റിയിലെ അംഗങ്ങളായിട്ടുള്ള ഫാമേഴ്സിൻ്റെ പ്രൊഡക്ട്സൊക്കെ അവർ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നല്ല രീതിയിൽ അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ദീസ് സൊസൈറ്റീസ് ഷുഡ് ഹാവ് ഫുൾ ടൈം ക്വാളിഫൈഡ് പെയ്ഡ് സെക്രട്ടറി. ഫുൾ ടൈം ക്വാളിഫൈഡ് ആയിട്ടുള്ള പെയ്ഡ് സെക്രട്ടറീസിനെ വെക്കുക. എന്നാലല്ലേ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അവിടുത്തെ സ്മൂത്ത് റണ്ണിങ് നടക്കുകയുള്ളൂ. അല്ലാതെ എപ്പോഴെങ്കിലും വന്നു പോകുന്ന ഒരു സെക്രട്ടറി ആണെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊന്നും നല്ല സ്മൂത്തായിട്ട് നടക്കില്ല. These societies should attract large deposit to enable them to depend less and less on borrowing capital. Then large capital contribution പ്രൊമോട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ബോറോയിങ് ക്യാപിറ്റൽ കുറക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ലോൺ എടുക്കേണ്ടതായിട്ട് വരും. The large size societies were expected to have large membership ranging between 300 to 500%. Loan operation of such a society was envisaged at about rupees 1.5 lakh. ലോൺ അത്ര വരെ ആയിരുന്നു. If there was a marketing center in the area of operation of such a society, then its headquarters were to be established at that place. ഒരു മാർക്കറ്റിംഗ് സെൻറ്റർ ഇവരായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സൊസൈറ്റി ഉണ്ടെങ്കിൽ അവർ എവിടെയാണോ അവിടെ നമ്മുടെ ലാർജ് സൈസ്ഡ് സൊസൈറ്റീസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വെക്കുക. The area of operation was not expected to be too large as mutual knowledge and supervision might become difficult. ഏരിയ ഓഫ് ഓപ്പറേഷന് നമ്മൾ വലുതാവണം എന്ന് പറഞ്ഞു. പക്ഷെ അത് ടൂ ബിഗ് ആയിക്കൊണ്ട് അല്ലെങ്കിൽ ടൂ ലാർജ് ആയിക്കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, അവരുടെ സൂപ്പർവിഷനും അവരുടെ ഫങ്ഷനിങ്ങിനും ഒന്നൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. അത്രത്തോളം ലാർജ് ആയിരിക്കരുത്. The crop loan system which was introduced in large sized societies was based on the following consideration. ദെൻ നമ്മൾ പറഞ്ഞു ക്രോപ്പ് ലോൺ സിസ്റ്റം പ്രൊമോട്ട് ചെയ്യണം. അതായത് ഉണ്ടാക്കിയ ഫാമേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് ലോൺ എടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം പ്രൊമോട്ട് ചെയ്യണം. ദെൻ എന്തെല്ലാം ഫോളോയിങ് കൺസിഡറേഷൻ കൊടുത്തുകൊണ്ടാണ് അത് ചെയ്യേണ്ടത്. ദ പ്രൊഡക്ഷൻ ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ദി ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫ് ഫിനാൻസ്. പ്രൊഡക്ഷൻ ബേസ്ഡ് ആയിരിക്കണം അവർക്ക് ഫണ്ട് കൊടുക്കേണ്ടത്. ഷോർട്ട് ടൈം ലോൺസ് ആർ ഗീവൺ ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ് ക്രോപ്പ് ഈസ് എക്സ്പെക്റ്റഡ്, നോട്ട് പ്രൈമർലി ദാറ്റ് എ ടൈറ്റിൽ എക്സിസ്റ്റ്. ഷോർട്ട് ടേം ലോൺസ് ആയിരിക്കണം കൂടുതൽ കൊടുക്കേണ്ടത്. ഒരുപാട് ലോങ് ടേം ആവാൻ പാടില്ല. ദ ലോൺസ് ആർ റിലേറ്റഡ് ഇൻ ദ എമൗണ്ട് ടു ബി എസ്റ്റിമേറ്റഡ് ഔട്ട്ലേ ഓൺ റൈസിങ് ക്രോപ്സ്. നമ്മുടെ ലോൺസ് എങ്ങനെയുള്ളതായിരിക്കണം? ക്രോപ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ക്രോപ്സ് കൂടുതലാവുമ്പോൾ അതിനനുസരിച്ച് എമൗണ്ടും കൂടുതലാവുന്ന ഒരു രീതിയിലായിരിക്കണം. Then the recoveries are made and when the crops are sold from the proceeds of the sale. Then ആ ക്രോപ്പ് അവിടെ വെച്ച് ആ ക്രോപ്പ് മാർക്കറ്റിംഗ് സൊസൈറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അവരത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് ഫാമേഴ്സിന് അയാളുടെ പ്രൊഡക്റ്റ് വിൽക്കലായല്ലോ. അപ്പോൾ ആ റിയലൈസ് ചെയ്യുന്ന സമയത്ത് അത് ആ ലോണിനായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. The larger size societies on the above basis made a schedule showing the cultivation expenses of various crops growing the area and have financial accommodation up to the maximum cost of production less the contribution which the members could make on resources. അവരുടെ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ഫാമേഴ്സിനെ കൾട്ടിവേറ്റ് ചെയ്യാനും അതിൽ നിന്ന് ക്രോപ്പ് ഉണ്ടായി നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് സക്സസ്ഫുൾ ആവുള്ളൂ. ആസ് ഫാർ ആസ് ദ പോസിബിൾ സർട്ടൈൻ ഐറ്റംസ് ഓഫ് ഇൻപുട്ട് സച്ച് ആസ് ഫെർട്ടിലൈസേഴ്സ്, സീഡ്സ്, ഇംപ്ലിമെൻറ്റ്സ് അതൊക്കെ കൊടുക്കാൻ തുടങ്ങി ഈ സ്ഥാപനങ്ങൾ. ഇവർക്ക് വേണ്ട ഇൻപുട്സ് ഉണ്ടല്ലോ, ഫെർട്ടിലൈസേഴ്സും അതേപോലെ സീഡ്സും ഇംപ്ലിമെൻറ്റ്സും മെഷീനറീസും ഒക്കെ ചെറിയ രീതിയിലൊക്കെ പ്രൊവൈഡ് ചെയ്യാനും ഈ സ്ഥാപനത്തിന് പറ്റി. The organization of large sized societies was take up to in the country from the beginning of the second 5-year plan. നമ്മുടെ 1956 to 61 മുതലുള്ള നമ്മുടെ സെക്കൻഡ് 5-year പ്ലാനിൻ്റെ ബിഗിനിങ് മുതൽ തന്നെ ലാർജ് സൈസ്ഡ് സൊസൈറ്റീസ് വന്നിട്ടുണ്ട്. ദെൻ ഇത് വന്നത് എങ്ങനെയാണ്? ബൈ അമാൽഗമേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് സ്മോൾ സൈസ്ഡ് ആൻഡ് മൾട്ടിപർപ്പസ് സൊസൈറ്റീസ് അല്ലെങ്കിൽ ഫ്രഷ് രജിസ്ട്രേഷൻ. അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ സ്മോൾ സൈസ്ഡും മൾട്ടിപർപ്പസും ഒക്കെ മെർജ് ചെയ്തുകൊണ്ട് അമാൽഗമേറ്റ് ചെയ്തുകൊണ്ട് ചില ലാർജ് സൈസ്ഡ് ഉണ്ടായിട്ടുണ്ട്, ചിലത് ഫ്രഷ് ആയിട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട്. In many cases, societies covering very large area of operation were organized. In spite of many defects and difficulties, the performance of large-sized societies was impressive. ഒരുപാട് പോരായ്മകളും ഡിഫിക്കൽട്ടീസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് ഇംപ്രസീവ് ആയിരുന്നു അവരുടെ ഫങ്ഷനിങ്. The large-sized societies should relatively for better working than the small-sized societies.
These societies were well ahead of the small sized societies not only in respect of volume of deposit and level of loan but other business operation. ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി, അതർ ബിസിനസ് ഓപ്പറേഷൻസും കൂടി ഇതിൻ്റെ കൂടെ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ മറ്റുള്ള സൊസൈറ്റീസിനൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സക്സസ് തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് പ്രൈമറി ലെവൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ്. നമ്മുടെ ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവിലെ ഏറ്റവും പ്രൈമറി ലോവസ്റ്റ് ലെവലിലുള്ള ലോവസ്റ്റ് ലെവലിലുള്ള 3 നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. സ്മോൾ സൈസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഡിസ്കസ് ചെയ്തു, അതിന് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. അങ്ങനെ മൾട്ടി പർപ്പസ് വന്നു. രണ്ടാമത്തത് മൾട്ടി പർപ്പസ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, ദെൻ അതിനും ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അതെന്തായി, ലാർജ് സൈസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. ഇതൊക്കെ കുറച്ച് പഴയ കാലത്തുണ്ടായിരുന്ന ടൈപ്സാണ്. ഇനി അതിൽ നിന്നാണ് നമ്മൾ ഇപ്പോഴത്തെ നിലവിലെ സിറ്റുവേഷനിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അതേപോലെ ഡിഫറെൻറ്റ് ഫോംസിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക.